അപ്പൊ ഞാനിത് എടുത്തിട്ട് ഫസ്റ്റ് ഞാൻ എടുത്ത് മറച്ചു നോക്കിയ സമയത്ത് അതിൽ കണ്ടിരിക്കുന്ന എന്താ അറിയാം, നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് വെച്ചോ? ശരി പറയാം. ഒരു കാഫിറിനെ കണ്ടു കഴിഞ്ഞാൽ അവനെ അവിടെ വെച്ചിട്ട് കൊന്നുകളയണം എന്നാ പറയുന്നത്. താങ്കള് ഏതോ മുസ്ലിമിന്റെ വീട്ടിൽ കിടന്നുറങ്ങി, അവരോട് നല്ല സൗഹൃദമായിരുന്നു എന്ന് പറഞ്ഞില്ലേ? ആണ്. അവരും വിശ്വസിക്കുന്ന മുസ്ലിങ്ങളല്ലേ? പ്രാർത്ഥന അവരേതെങ്കിലും ഒരാൾ അങ്ങേ ഹാമെങ്കിലും ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ? അതെന്താ ഇതുവരെ ഇല്ലായിരുന്നു? ഇപ്പൊ എനിക്ക് സംശയം വരുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ഇത്രയും കാലം ദുബായിൽ വന്നിട്ട് അവൻ കുടുംബവും പോറ്റി എല്ലാം പോറ്റി, എന്നിട്ട് അവനിപ്പം കുത്തുകയാണ്. അവന്റെ സുനയിൽ കുത്തിയിട്ടുള്ള തരിപ്പ് തീർക്കാനാണ് ഇമ്മാതിരി വർത്തനം എന്ന് പറയുന്നത്. ബാക്കിയൂടെ കേക്ക്. 25 വർഷത്തോളം ദുബായിൽ വർക്ക് ചെയ്ത ഒരു സംഘി, സതീഷ് ബാബു എന്നാണ് പേര്, കോഴിക്കോടാണ് സ്വദേശം. ആളുടെ മകൻ കാനഡയിൽ ഇവിടെ ജോലി പഠിക്കുകയെന്തോ ചെയ്യുന്നുണ്ട്. ഈ ഒരു സംഘി ഇന്ന് ഒരു ശരാശരി സംഗീതം ഞാൻ പറയുള്ളൂ, അതായത് കുറേ മോദി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലുള്ള കണ്ടന്റുകൾ അതുപോലെ പച്ചവെള്ളം ഇറക്കുന്ന പോലെ ഇറക്കി ജീവിക്കുന്ന, ആരിഫ് തൂറിയിടുന്ന തീട്ടം അതുപോലെ നക്കി ഛർദ്ദിക്കുന്ന ഒരു സംഘി. ആ സംഘി ഇന്ന് രാഹുൽ ഈശ്വറിനെ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ സംഘിയുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അത് കേട്ട് കഴിഞ്ഞാൽ ഈ സംഘിനെ നമ്മുടെ കൂട്ടത്തിലേക്ക് അടുപ്പിക്കണം. അതായത് ഈ വക ചാണകങ്ങളെ നമ്മൾ മാറ്റി നിർത്തണമെന്ന് തോന്നൽ നമുക്ക് വന്നു പോകും. നിങ്ങൾ അവൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് കേട്ടിട്ട് വാ. ഞാൻ കണ്ടിരിക്കുന്നത് ഈ ബൈബിള്, എന്റെ റൂമിൽ തന്നെ റൂംമേറ്റ്സ് ക്രിസ്ത്യാനികൾ ഉണ്ടാകും, പലരും ഉണ്ടാകും. അപ്പൊ ഇവര് രാവിലെ കുളിച്ചു കഴിഞ്ഞ് വന്ന ഉടനെ ഈ ബൈബിള് എടുത്തു കഴിഞ്ഞിട്ട് എന്താ അറിയോ, ഒന്നങ്ങോട്ട് തുറക്കും. ഒരൊറ്റ തുറക്കലാ. ആ തുറന്ന ആ പേജിലുള്ള എന്തെങ്കിലുമാണ് ഇവര് അന്നേരം വായിക്കുക. അത് ഏത് ഇതാണ് ഒന്നും അറിയില്ല. ആ സമയത്ത് അത് എടുത്തു കേട്ട് അതാണ് വായിക്കുക അവര്. അതിലെന്തെങ്കിലും അവർക്ക് തോന്നുന്നുണ്ടാവും. ചിലപ്പം ഇന്ന് വായിച്ചിരിക്കുന്നത് ചിലപ്പം നമുക്ക് ശുഭകരമായിട്ടുള്ള കാര്യങ്ങളാണോ അല്ലെങ്കിൽ അശുഭകരമായിട്ട് ബൈബിളിൽ പറഞ്ഞ കാര്യമാണോ എന്താന്നുള്ളതൊന്നും അറിയില്ല. ഇതുപോലെ എനിക്ക് ബൈബിള് കിട്ടിയ സമയത്ത്, ഒരു മലയാളം പരിഭാഷ കിട്ടിയ സമയത്ത് ഞാൻ വെറുതെ, നമുക്കൊക്കെ ഒരു എക്സാജറേഷൻ ഉണ്ടാവില്ല. നമ്മളിത് ഗീതയും ഇതൊന്നും നമ്മള് രാമായണവും മഹാഭാരതമൊക്കെ നമ്മള് ചെറുപ്പത്തില് ഒരുപാട് വായിച്ചു കഴിഞ്ഞ സാധനമാണ്. ഗീത ഒരുപാട് വായിച്ചിട്ടൊന്നുമില്ല. എന്താ വെച്ചാൽ അതിന്റെ ഉള്ളിലേക്കൊന്നും നമുക്ക് കടന്നു ചെല്ലാൻ പറ്റിയില്ല. എന്താ വെച്ചാല് നമുക്ക് അതിന് മാത്രം ഒന്നും ആലോചിക്കാനുള്ള ആ ഉന്നതിയിലേക്ക് എത്താനുള്ള കഴിവൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് നമ്മൾ എന്താക്കി മാറ്റിച്ചിരിക്കുക. ഒരു ബേസിക് ഒരു കാര്യം പറയട്ടെ. അതായത് സ്വന്തം മതത്തിന്റെ ഗീത അല്ലെങ്കിൽ രാമായണം, മഹാഭാരതം ഈ സാധനങ്ങളൊന്നും വായിച്ചിട്ട് അത് മനസ്സിലാക്കി ഉന്നതിയിലേക്ക് എത്താനുള്ള കഴിവ് പോലുമില്ലാത്ത വെറും ക്ഷുദ്രജീവികളാണ് ഈ വിളിച്ചവൻ. അതായത് സ്വന്തം മതത്തിന്റെ ഗീത പോലും വായിച്ചിട്ട് അവന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അവൻ ഉന്നതിയിലോട്ട് എത്താൻ പറ്റുന്നില്ല. അത്തരം ബോധം മാത്രമുള്ള ഒരു ജന്തു. ആ ജന്തു പറയുന്നത് അവൻ ബൈബിൾ വായിച്ചു, ബൈബിളല്ല ഖുർആനാണ് വായിച്ചത്. ഖുർആൻ അവന്റെ പരിഭാഷ എടുത്ത് വായിച്ചപ്പം അവൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് അവൻ അടുത്തത് പറയാൻ പോകുന്നത്. കേക്ക്. ഞാനിത് എടുത്തിട്ട് ഫസ്റ്റ് ഞാൻ എടുത്ത് മറച്ചു നോക്കിയ സമയത്ത് അതിൽ കണ്ടിരിക്കുന്ന എന്താ അറിയാം? ഹലോ, ഇത് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് വെച്ചോ? ശരി പറയാം. ഒരു കാഫിറിനെ കണ്ടു കഴിഞ്ഞാൽ അവനെ അവിടെ വെച്ചിട്ട് കൊന്നുകളയണം എന്നാ പറയുന്നത്. അതായത് ഈ കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്ന് തക്കുവ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആ ഒരു വർത്താനം ഇറക്കിയത് നമ്മുടെ എച്ചിലായിട്ടുള്ള മറ്റേ അപ്പി ആരിഫാണ് ഇറക്കിയിട്ട്. ഈ ആരിഫ് പറഞ്ഞ വേർഡിങ്സ് അതുപോലെ വന്നിട്ടാണ് ഇവൻ ഇവിടെ കൊണക്കുന്നത്. അതല്ലാണ്ട് ഇവൻ ഖുർആൻ അങ്ങോട്ട് വായിച്ച് കറക്റ്റായിട്ട് അവനോട് സെന്റൻസ് കാണുക, കാഫിറിനെ കണ്ടു കഴിഞ്ഞാൽ സ്പോട്ടിൽ കൊന്നു കളയണം. ഇത് ആരിഫ് പറഞ്ഞു കൊടുത്ത അത് അതുപോലെ ഞാൻ പറഞ്ഞു, മോദി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയും ഇങ്ങനെ ആരിഫ് ജാമിദൊക്കെ പറഞ്ഞു കൊടുക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ ജീവിക്കുന്ന ഒരു ക്ഷുദ്രജീവി മാത്രമാണ് ഈ സതീഷ് ബാബു കോഴിക്കോട് എന്നുള്ള. ഇവൻ്റെ സൗണ്ടൊക്കെ കേട്ട് പരിചയിക്കുന്ന അല്ലെങ്കിൽ പരിചയമുള്ള ആൾക്കാരെ നോക്കിക്കോ. ഇവൻ തക്കം കിട്ടിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ നിങ്ങൾക്ക് 8ന്റെ പണി വന്ന് തരും. ഓൻ ബാക്കി കേക്ക്. രാഹുൽ അതിന് കൊടുക്കുന്ന മറുപടി ഇത് ബൈബിൾ അല്ലല്ലോ, ഖുർആൻ അല്ലേ? ഞാനതാ പറഞ്ഞത്.
അതായത് ബൈബിള് ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഇങ്ങനെ അവര് എടുത്തിട്ട് വായിക്കുന്നത് നമ്മൾ കണ്ടിരിക്കുന്നത് നമ്മുടെ റൂംമേറ്റ്സിലൊക്കെ വായിക്കുന്നത് കണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞത്. ബൈബിള് ഒന്ന് തുറന്നു നോക്കും അവര് ഇന്ന പേജ് എന്നുള്ള ഇതൊന്നുമില്ല കേട്ടോ. ശരി, ഞാൻ അതിന് ഒരു അതെ, ഈ ബൈബിള് എനിക്ക് അറിയില്ല കേട്ടോ എങ്ങനെ വായിക്കാം. പക്ഷെ ഖുർആൻ അങ്ങനെ ചുമ്മാ തുറന്നിട്ട് വായിച്ചു പോകുന്ന ആൾക്കാരല്ല. നീ 25 കൊല്ലം മറ്റേ എന്താ പറയുക ദുബായിൽ നിന്ന് മുസ്ലിങ്ങളെ കൂടെ റൂമിലാ നിന്ന് നീ പറയുന്നുണ്ട്. അവിടെ നിന്നപ്പം പോട്ടെ, നിനക്കൊക്കെ ഈ ദുബായിൽ നിന്ന് ഇത്രയും കാലം ജീവിച്ച് സ്വന്തം മക്കളെ പഠിപ്പിച്ച് അവന്മാരുടെ അണ്ണാക്കിലേക്ക് ഉന്തിക്കൊടുത്ത് അവനൊപ്പം കാനഡയിൽ നീ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ദുബായിൽ നീ സമാധാനത്തോടെയും സ്വസ്ഥതയോടെയും ജീവിച്ചുകൊണ്ടാണ്. അത് വേറെ കാര്യം. പിന്നെ ഈ ഖുർആൻ വായിക്കുന്ന മുസ്ലിങ്ങൾ ചുമ്മാ ഒരു പേജ് നോക്കി വായിക്കില്ല. കറക്റ്റായിട്ട് ഖുർആൻ വായിക്കുന്നവരാണെങ്കിൽ ഓരോ ദിവസം ഓരോ കത്തം അവർ തീർക്കും. അതായത് അവരിങ്ങനെ ഒരു എന്താ പറയുക അടയാളം വെക്കും. അവരിങ്ങനെ വായിച്ചു പോയി. ഇപ്പോൾ ദിവസം 2-3 പേജ് വായിക്കുന്നവർ, ചിലപ്പം ഹാഫ് വായിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വായിച്ച് ഓരോ സ്ഥലത്ത് വെച്ചിട്ടാണ് പോവാറ്. അല്ലാണ്ട് ചുമ്മാ തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് വായിച്ചിട്ട് അതുപോലെ അങ്ങോട്ട് ജീവിതത്തിലോട്ട് ഇറങ്ങുന്ന ആൾക്കാരല്ല. അത് ഏറ്റവും ബേസിക് ആയിട്ട് മനസ്സിലാക്കിയാൽ എനിക്ക് നന്ന്. ഒരു കാര്യം സാറിനോട് സൂചിപ്പിച്ചോട്ടെ, അവരങ്ങനെ ചെയ്യുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ, ഞാൻ അത്യാവശ്യം ഒരുപാടൊന്നുമില്ല കേട്ടോ, കുറച്ചൊക്കെ ബൈബിളും ഖുറാനും പഠിച്ചാളാം. അതായത് ബൈബിളൊക്കെ തുറക്കുമ്പോഴുള്ള വിശ്വാസം, നമുക്ക് ആ ദിവസം ബൈബിള് തുറന്നിട്ട് കിട്ടുന്ന വരി ദൈവം നമുക്ക് വേണ്ടി ആ ദിവസം കാത്തു വെച്ച വരിയാണെന്നാണ്. ഇതാണ് അതിന്റെ വിശ്വാസം. നല്ലതുമാണ്. എന്റെ ജീവിതത്തിൽ 1-2 പ്രാവശ്യം ബൈബിൾ തുറന്നു നോക്കിയപ്പോൾ എനിക്ക് കൃത്യമായ വരികൾ കിട്ടിയിട്ടുണ്ട്. എനിക്ക് വലിയ വിശ്വാസമാണ്. നമുക്ക് ബൈബിളും ഗീതയും ഖുറാനും എല്ലാം വിശ്വാസമാണ്. ഇനി 2, ഖുറാനില് യുദ്ധത്തിന്റെ സാഹചര്യങ്ങളിലാണ് എതിരാളിയെ ഉദ്ദേശിച്ചാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങയുടെ 100%, 101% അങ്ങനെ. അതിന്റെ ഏറ്റവും വലിയ തെളിവ് ഒരു മിനിറ്റ്, ഇതും റെക്കോർഡ് ചെയ്യണം. പറഞ്ഞോളൂ. നിങ്ങൾ പറഞ്ഞല്ലോ ഇത് യുദ്ധത്തിന്റെ സമയത്തായിരുന്നു ഉള്ളത് ആണല്ലോ. ഇത് കാലാകാലങ്ങൾക്ക് അന്ത്യദിനം വരെ ഇതേ പാടുള്ളൂ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടല്ലോ. യുദ്ധത്തിന്റെ സാഹചര്യത്തിലല്ല, അല്ലല്ല, യുദ്ധത്തിന്റെ പറയുന്ന വെക്കൂ. ഇത് യുദ്ധത്തിന്റെ സാഹചര്യത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഈ ഖുറാൻ അന്ത്യയുഗം വരെ ഇതിൽ നിന്ന് വ്യതിചലിച്ചിട്ടൊന്നും പോകാൻ പാടില്ല, കുത്ത് കോമ പുള്ളി വള്ളി ഒന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടല്ലോ. കേട്ടല്ലോ, കുത്ത് കോമ വള്ളി പുള്ളി ഒന്നും സതീഷ് ബാബു ഇല്ല. ഈ പറഞ്ഞ ഖുർആനിൽ നീ വായിച്ചിട്ടില്ല, നീ വായിച്ച ഒരു ഒരൊറ്റ ലൈനാ നീ തന്നെ സമ്മതിച്ചു അത് യുദ്ധത്തിന്റെ സമയത്ത് ഇറക്കിയത്. ഈ കോൺടെസ്റ്റ് സമയങ്ങളിൽ ചില കോൺടെസ്റ്റുകളുണ്ട്, അതെല്ലാ ഇതിലും ഉണ്ട്. ഇപ്പം മഹാഭാരത യുദ്ധം നടക്കുന്ന സമയത്ത്, യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്തുള്ള ആരെയും കൊല്ലാനാ പറഞ്ഞത്, അപ്പുറത്തുള്ള ആൾക്കാരെ കൊല്ലണം എന്നാ പറഞ്ഞത്. അത് അധർമ്മികളെ കൊല്ലണം എന്നാ പറഞ്ഞത്. അത് ബൈബിളാണെങ്കിലും ഖുർആനാണെങ്കിലും ഗീതയാണെങ്കിലും രാമായണമെങ്കിലും മഹാഭാരതമാണെങ്കിലും അധർമ്മികളെ കൊല്ലണം എന്നാ പറഞ്ഞത്. അത് എല്ലാ കാലത്തും കൊല്ലണം എന്നാ പറഞ്ഞത്. അത് വിചാരിച്ച് ആ ഒരു കോൺടെസ്റ്റിൽ, ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇറക്കി കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ ആ പറഞ്ഞ ഗീത തന്നെയാണ് ലോകം അവസാനിക്കുന്ന ആൾ വരെ ഹിന്ദുക്കൾ ഫോളോ ചെയ്യുന്നത്. ബൈബിളാണ് ക്രിസ്ത്യാനികൾ ഫോളോ ചെയ്യുന്നത്. ഇതിലൊക്കെ കോൺടെസ്റ്റിൽ ഇറങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ അങ്ങ് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് കാഫിറിനെ കണ്ടു കഴിഞ്ഞാൽ, യുദ്ധത്തിൽ നമ്മൾ അന്ന് 6-ാം നൂറ്റാണ്ടിൽ ഇറങ്ങിയ യുദ്ധത്തിൽ ഒരു എന്താ പറയുക ഒരു ശത്രുവിനെ കാണുമ്പോൾ കൊല്ലണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ലോകാവസാനം വരെ എൻ്റെ ഫ്രണ്ടിലോട്ട് ഇറങ്ങുമ്പോൾ മുസ്ലിം അല്ലാത്ത ഒരാളെ കൊല്ലാന്നല്ല പറഞ്ഞത്. എൻ്റെ പരമവാണം സംഖ്യ തിട്ടമേ നീ അറ്റ്ലീസ്റ്റ് ആ ചിന്തിക്കാനുള്ള ബോധം പോലും നിന്റെ തലയിലെ ചാണകം പ്രവർത്തിക്കുന്നില്ല. ചാണകം പുറത്ത് ചെടിക്കിട്ടെടുത്താൽ വള, പക്ഷെ തലയിലിട്ട ഞാൻ വളമല്ല. തലയിലിട്ട് കഴിഞ്ഞാൽ അവന്മാർ നികൃഷ്ട ജീവികളായിട്ടാണ് മാറാം. സതീഷ് ബാബു കോഴിക്കോട്ടുകാരാ നിന്നോടാ പറയുന്നത്. നീ വെറും ഒരു നികൃഷ്ട ജീവിയാണ്. ഇതിനെ പറ്റി കൂടുതൽ അറിയുന്നവരുണ്ടെങ്കിൽ പറ. എൻ്റെ മകൻ കാനഡയിൽ പഠിക്കുന്നോ വർക്ക് ചെയ്യുന്നുണ്ടോ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സതീഷ് ബാബുമാരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ തോൽവി. സ്വന്തം തള്ള തുപ്പിയിട്ടിട്ടാണോ തൂറിയിട്ടിട്ടാണോ വളി വിട്ടിട്ടാണോ അവരുണ്ടായതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മറുപടി പറയാം. ഞാൻ അതിന് 2 തെളിവ് തരാം. അങ്ങക്ക് വിശ്വാസമുള്ള 2 തെളിവ് തരാം. അതായത് താങ്കൾ കൺവിൻസ്ഡ് ആവുന്ന തെളിവ്. വെറുതെ ഞാൻ കൺവിൻസ്ഡ് ആയ പോരല്ലോ. ആവോ ഇല്ലയോ താങ്കൾ പറഞ്ഞാൽ. താങ്കള് ഏതോ മുസ്ലിമിന്റെ വീട്ടിൽ കിടന്നുറങ്ങി, അവരോട് നല്ല സൗഹൃദമായിരുന്നു എന്ന് പറഞ്ഞില്ലേ? അവരും വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ തന്നെയല്ലേ പ്രാർത്ഥന? അവരേതെങ്കിലും ഒരാൾ അങ്ങേ ഹാമെങ്കിലും ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ? അതെന്താ? ഇതുവരെ ഇല്ലായിരുന്നു. ഇപ്പൊ എനിക്ക് സംശയം വരുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് അല്ല മുമ്പ്. അതായത് ഇത് പറഞ്ഞിരിക്കുന്നത് എന്താ അറിയോ,
അവന് ഇന്നത്തെ കാലത്ത് സംശയം വരുന്നില്ല. ഇത്രയും കാലം അവൻ സുഖിച്ച് ജീവിച്ച് അവനുള്ള എല്ലാ സൗഭാഗ്യങ്ങളും വന്ന് അവൻ വീട്ടിൽ ദുബായിലൊക്കെ വർക്ക് ചെയ്ത് എല്ലാം കിട്ടി ബോധിച്ചതിന് ശേഷം വീട്ടിൽ വന്ന് ഇപ്പം അവൻ്റെ തലയിലോട്ട് ചാണകം കുത്തിക്കയറ്റും. അവൻ ഇപ്പം സംശയമുണ്ട്. ഇത്രയും കാലം മുസ്ലിങ്ങളെ കൂടെ അവൻ ജീവിച്ചു, ഒരു കുഴപ്പമില്ലാണ്ട് അവൻ്റെ ജീവിതം സുന്ദരമായിട്ട് അവൻ ജീവിച്ച് വന്നിട്ട് നാട്ടിൽ വന്നപ്പോൾ ഇപ്പം അവന് സംശയം തോന്നുന്നുണ്ട് ഹിന്ദുക്കൾ, അതായത് മുസ്ലിങ്ങൾ ഇവനൊക്കെ അവൻ കൂടെ കിടന്ന സമയത്ത് ഇവനെ കൊല്ലുമായിരുന്നു എന്ന്. ഞാൻ വീണ്ടും പറയുന്നത്, സതീഷ് ബാബു കോഴിക്കോട്ടുകാരൻ, മകൻ കാനഡയിൽ പഠിക്കുന്ന മകൻ, ഈ വൃത്തികെട്ട ജന്തു ഈ കോഴിക്കോട് ഏതെങ്കിലും സ്ഥലത്ത് ആരെങ്കിലും ഇത് കാണുന്ന അറിയുന്നുണ്ടെങ്കിൽ, ദുബായിൽ കുറെ 10-20 വർഷം ദുബായിൽ വർക്ക് ചെയ്ത ഇവനുണ്ടെങ്കിൽ ഇവനൊക്കെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട സമയം കഴിഞ്ഞു. മുസ്ലിമിൻ്റെയും ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യൻ്റെയും ഇടയിൽ നിന്ന് ഈ വക ചെറ്റകളെ മാറ്റി നിർത്തിയിട്ട് ഒറ്റപ്പെടുത്തി വ്രണപ്പെട്ടി ചത്ത് ജീവിക്കേണ്ട സമയം കഴിഞ്ഞു. കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ മാറ്റിക്കോ. ഇവൻ കിട്ടുന്ന തക്കത്തിന് മുസ്ലിങ്ങളെ അവൻ എന്തെങ്കിലും ചെയ്തിരിക്കും. ഇങ്ങനത്തെ സതീഷ് ബാബുമാർ എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കും. അവൻ്റെ ചിന്ത ഇപ്പം ആ രീതിയിലോട്ടാണ് പോകുന്നത്. നീ നിന്റെ ശക്തി തെളിയുന്നത് വരെ നീ ഒളിച്ചും പതുങ്ങിയും നിൽക്കണം. ശരി, ഓക്കെ. ആണല്ലോ, നമുക്ക് അല്ല അങ്ങനെ അല്ല, പറഞ്ഞില്ലേ? ഖുറാനിൽ ഞാൻ കാണിച്ചു തരാം. അങ്ങനെയല്ല, ഏതാ വേണ്ടത് അങ്ങനെയല്ല. പക്ഷെ ഒരു നിമിഷം കേട്ടല്ലോ, ഖുറാൻ അവൻ കാണിച്ചു തരും. മുസ്ലിങ്ങൾ ചെല്ല് ഖുറാനായിട്ട് സതീഷ് ബാബുവിൻ്റെ അണ്ടയിലോട്ട് ചെല്ല്, അവൻ കാണിച്ചു തരും മുസ്ലിങ്ങൾ എങ്ങനെയാണ് ആളെ കൊല്ലാൻ പോകുന്നത് എന്നുള്ളത്. ഈ മരവാണത്തിന് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു കുഴപ്പമില്ലാണ്ട് സുഖമായിട്ട് ജീവിച്ചു പോകുന്നതാ. അവൻ കാണിച്ചിരുന്നവൻ പറഞ്ഞത്. പക്ഷെ അങ്ങനെയാണ് നമുക്ക് എടുക്കാം, ഒരു നിമിഷത്തേക്ക് എടുക്കാം. അതായത് ശരിക്കും അങ്ങനെയല്ല അതിന്റെ വ്യാഖ്യാനം. പക്ഷെ ഒരു നിമിഷം താങ്കൾ സതീഷ് പറയുന്ന പോലെ ആയിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ അവർക്ക് UAE ശക്തിയൊന്നും കുറവില്ലല്ലോ. താങ്കളെ UAE വെച്ച് എന്തെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടോ? ഇല്ല, പറ്റൂല. അവിടെ ചെയ്യാൻ പറ്റില്ല. എന്താ UAE മുസ്ലിം രാജ്യമല്ലേ? സൗദി അറേബ്യയിൽ ലക്ഷക്കണക്കിന് ഹിന്ദുക്കളില്ലേ? അവരെ എന്തെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടോ? ചെയ്യാൻ പറ്റൂല. എന്താ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ തല പോവും. കറക്റ്റ്, അതാണ്. എടാ പരമവാണം നായേ, നിന്നോട് കാര്യം പറയട്ടെ. എടാ ചെറ്റ, ഈ പറഞ്ഞ ഖുറാനിൽ പറഞ്ഞിട്ടില്ലേ ശരിയ നിയമമാണ് UAE-ലും സൗദിയിലും ഒക്കെ ഉള്ളത്. ഈ ഖുറാനിൽ പറഞ്ഞ നിയമം അതുപോലെ സ്വീകരിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് അവിടുത്തെ മുസ്ലിങ്ങളെങ്കിൽ അവിടുത്തെ ഖുറാന്റെ നിയമം അതുപോലെ പാലിക്കുക. നീ ഇപ്പൊ പറഞ്ഞ ഖുറാനിൽ കണ്ട പോലെ കാഫിറിനെ കണ്ട കൊന്നു കളയണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയ നിയമം ഫോളോ ചെയ്യുന്ന ഒരു രാജ്യത്ത് വിത്തിൻ സെക്കൻഡ്സിൽ നിന്നൊക്കെ എന്തെങ്കിലും നിന്നെ കഴുത്തറത്ത് നിന്നൊക്കെ മൂടി ശവത്തിലിട്ട് കയറ്റി ഉപ്പിലിട്ട് തിന്നേനടാ നാഴെ. എന്നിട്ട് നീ ഒന്നൊരു കുഴപ്പമില്ലാണ്ട് ഇവിടെ വന്നല്ലോ. അപ്പം ആ ചിന്തിക്കാനുള്ള ബോധമില്ല അവിടെ. എപ്പോഴേ ആൾക്കാർ അവിടെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എപ്പോഴേ അവരെ തൂക്കിയേണ്ട ബോധമില്ലാത്ത നാഴെ. ആ ഖുർആനെ സംബന്ധിച്ച്, ആ ഖുർആൻ ഫോളോ ചെയ്യുന്ന ആ മതത്തിൽ അല്ലെങ്കിൽ ആ ഒരു നിയമം ഫോളോ ചെയ്യുന്ന രാജ്യത്ത് നീയൊക്കെ ഒരു കൊണയില്ലാണ്ട് ഇത്രയും കാലം പല്ലുകുത്തി ഷൈക്കിൻ്റെ അണ്ടി മുമ്പിട്ടാണെങ്കിൽ നീ ജീവിച്ച് സമാധാനത്തിലൂടെ തിരിച്ചെത്തിയില്ലേ? നിനക്ക് വല്ലതും വന്നു. എന്നിട്ട് ഇപ്പോഴും ആ ഒരു ബോധം നിന്റെ ഒന്നും തലയിലോട്ട് വന്നിട്ടില്ലല്ലോ. എടാ, ഒരു മിനിമമാണ് സംഖ്യ, നീ ഒന്ന് ചിന്തിച്ചു നോക്കി. അതാണ് നല്ല മുസ്ലിം. മറ്റൊരു മതത്തിലെ ദ്രോഹിക്കുന്നവനെ സൗദി അറേബ്യയിൽ അവർക്ക് ശക്തിയില്ലേ? സൗദി അറേബ്യയിൽ അവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. എന്താ നമ്മൾ അതല്ല, എന്താ അത് ചെയ്യാൻ പറ്റൂല, അവിടെ തല പോവും. അതെന്തുകൊണ്ടാ? അവര് ഖുറാൻ അവര് ഖുറാനല്ലേ ഫോളോ ചെയ്യുന്നത്? ആണ്. പിന്നെന്താ നമ്മളെ പോട്ടെ, നമ്മളെ തല്ലയോ കൊല്ലുവോ എന്ന് വേണ്ട. നമ്മളെ ഒരു മണ്ണ് പോലും ഇട്ട് അവർ നോവിക്കാറുണ്ടോ? എന്തുകൊണ്ടാ ഇല്ലാത്ത? ഇല്ല, അവിടെയാണ് വരുന്ന തെറ്റ്. അവര് എന്ന് പറഞ്ഞ ഒരു രാജ്യം ഇന്ന് അവർക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമാണ്, അല്ലാതെ വേറെ ആൾക്കാരൊന്നല്ല. സൗദി അറേബ്യക്ക് എന്താ സംശയം? സൗദി അറേബ്യക്ക് നമ്മളാണ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തത്? നമ്മുടെ കോടിക്കണക്കിന്, നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണമുള്ളവരാണ്, അത് വേറെ. നമ്മുടെ ലക്ഷക്കണക്കിന് ആൾക്കാർ ജീവിക്കുന്നത് നമ്മുടെ മിഡിൽ ഈസ്റ്റിലല്ലേ. ഒരു ഹിന്ദുവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ജീവിക്കുന്നതല്ല രാഹുലെ, ജീവിക്കുന്നതല്ല. അവരുടെ എല്ലാ കാര്യങ്ങൾക്കും അത് അവിടെ പോയി ജോലി ചെയ്ത് ഇത്രയും കാലം ജീവിച്ചുകൊണ്ട് ഞാൻ പറയാം, അവർക്ക് നമ്മളില്ലെങ്കിൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കൂല. അങ്ങനെയല്ലേ പരസ്പരം. ഒരു ശരാശരി വാണസംഖ്യയുടെ ചിന്തയാണ് ഇവന്റെ. മോദിജി അണ്ണാക്കിലേക്ക് അണ്ടി ഉണ്ടി കൊടുത്തിട്ടല്ല അവിടുത്തെ ആൾക്കാർ സൗദിയും ദുബായും ബഹ്റൈനും കുവൈറ്റും ഒക്കെ ഇങ്ങനെ അവസ്ഥയിലോട്ട് എത്തിയത്. നീയൊക്കെ അവിടെ പോയിട്ട്, അല്ലെങ്കിൽ ഞാനടക്കം അവിടെ പോയിട്ട് കുറേ കാലം ജോലി ചെയ്തതാണ്. നമ്മളൊക്കെ അവിടെ പോയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന പൈസയും വെച്ചിട്ട് അവിടെ ജോലി ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഗുണം നമുക്കാ. അല്ലാണ്ട് ഈ സൗദിക്കാരും അല്ലെങ്കിൽ ഈ പറഞ്ഞ ദുബായിക്കാരും നീ അങ്ങ് ഉണ്ടാക്കി കൊടുത്തോണ്ട് ഉണ്ടായതല്ല സൗദിയും ദുബായും. ഇന്ത്യക്കാർ അവിടെ പോയിരുന്നില്ലെങ്കിൽ മറ്റ് പല രാജ്യങ്ങളിലെ ആൾക്കാരവിടെ ഉണ്ടാ.
മറ്റ് പല സ്ഥലത്തെ രാജ്യങ്ങൾ, മറ്റ് ബുദ്ധിമുട്ടുള്ള അറബ് കൺട്രീസിലെ ആൾക്കാരും അതുപോലെ പാകിസ്ഥാനീസും ബംഗ്ലാദേശും ഫിലിപ്പിനോസും അവരും ഇവരുമായിട്ട് ഇഷ്ടം പോലെ ഇപ്പം വൈറ്റ്സ് വരെ അവിടെ വന്ന ജോലി ചെയ്യുന്നത്. അവരൊക്കെ ജോലി ചെയ്ത് നല്ല ലെവലിൽ പോകും. ഇപ്പം ഇന്ത്യക്കാരവിടെ പോയി കൊണച്ചിട്ടില്ലെങ്കിൽ അവർ വന്ന് അവിടെ നല്ല രീതിയിൽ ഉണ്ടാക്കിയേനെ. അങ്ങനെ ഇന്ത്യക്കാർ അല്ലെങ്കിൽ നീയൊക്കെ കണ്ട് പോയിട്ട് മോദിജി ഉലത്തി കൊടുത്തിട്ട് അല്ലെങ്കിൽ നിൻ്റെ ഒക്കെ മണ്ട കൊണ്ടല്ല അവിടെ സ്ഥലം ഉണ്ടായത് എന്നുള്ള സാമാന്യ ബോധം ഉണ്ടാക്കുക. അവിടെ പോയിട്ട് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് എന്നെ കൊല്ലും, എന്നെ മുസ്ലിങ്ങൾ കൊല്ലും, രാജ്യം അങ്ങനെ പോകുന്നതൊക്കെ പറയാനുള്ള ഒരു സാമാന്യ ബോധമെങ്കിലും വേണ്ടടാ. സംഘപരിവാണമേ നിൻ്റെ ഒക്കെ മനസ്സിലോട്ട്. രാഹുലിന് പറ്റുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട ഈ വാണത്തിനത് മനസ്സിലാവുന്നില്ല. അപ്പം വീണ്ടും ഞാൻ പറയുന്നത്, കോഴിക്കോട്ടുകാരെ സതീഷ് ബാബു എന്ന് പറഞ്ഞ ഈ വക, ഇവൻ്റെ സൗണ്ട് കേട്ടുക മനസ്സിലാവുന്നുണ്ട്, ഇവൻ്റെ മകൻ കാനഡയിൽ എവിടെയാണ് വർക്ക് ചെയ്യുന്ന ജോലി, ഈ വക സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇവനൊക്കെ ഇപ്പോഴേ മാറ്റി നിർത്തിക്കോ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇവന് ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ നിങ്ങളെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ നിങ്ങളെ ഇവൻ തീർത്തിരിക്കും. അത്രക്ക് വർഗീയ ചിന്ത മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു സംഘമാണ് മാത്രമാണ് ഈ പറഞ്ഞ സതീഷ് ബാബു കോഴിക്കോട്ട് എന്നുള്ള. നോട്ട് ചെയ്തോ, ഇവനൊക്കെ പണി തരും. ഈ വക ജന്തുക്കളാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ശാപം.